തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ ഉപകരണം കാണാനില്ല എന്ന ആരോപണത്തിൽ വകുപ്പുതല അന്വേഷണം പൂർത്തിയായി. അന്തിമ റിപ്പോർട്ട് തിങ്കളാഴ്ച ആരോഗ്യവകുപ്പിന് കൈമാറും. കാണാതായെന്ന ആരോപണം ഉയർന്ന ഉപകരണം പരിശോധനയിൽ കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ട്. അതേസമയം തുടർ വിവാദങ്ങൾ ഒഴിവാക്കാൻ ആരെയും കുറ്റപ്പെടുത്താതെയുള്ള റിപ്പോർട്ടാകും കൈമാറുക. വിവാദങ്ങൾക്കിടെ 5 ദിവസത്തെ അവധി കഴിഞ്ഞ ഡോക്ടർ ഹാരിസ് ഹസൻ ഇന്ന് തിരികെ ജോലിയിൽ പ്രവേശിക്കും. മനീഷ് മഹിബാലാണ് വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. മനീഷ്, ഗുഡ് മോർണിംഗ്. ഈ റിപ്പോർട്ട് തിങ്കളാഴ്ചയാണ് ആരോഗ്യവകുപ്പിന് സമർപ്പിക്കുക. ഈ ഡോക്ടർ ഇന്ന് തന്നെ തിരികെ ജോലിക്ക് എത്തുമോ മനീഷ്? അവധിക്ക് ശേഷം ഡോക്ടർ ഹാരിസ് ഹസൻ ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ജോലിയിൽ പ്രവേശിച്ചേക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ ഇതിനോടനുബന്ധിച്ച് അദ്ദേഹം അത്തരം കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നില്ല. പ്രത്യേകിച്ച് ഇന്നലെ മാധ്യമങ്ങൾ അദ്ദേഹം നേരിട്ട് കണ്ടിരുന്നില്ല. അദ്ദേഹം കൃത്യമായ മറുപടി അദ്ദേഹത്തിനെതിരെ ഇന്നലെ വാർത്താ സമ്മേളനം വിളിച്ച പ്രിൻസിപ്പലിനും സൂപ്രണ്ടിനുമെതിരെ കൃത്യമായ മറുപടി നൽകിയിരുന്നു. നമുക്കറിയാം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അവിടെ ശസ്ത്രക്രിയ മുടങ്ങുന്നു, ഉപകരണങ്ങളില്ലാത്തതിൻ്റെ പേരിൽ ശസ്ത്രക്രിയ മുടങ്ങുന്നു എന്ന് വെളിപ്പെടുത്തിയതിൻ്റെ പേരിലായിരുന്നു പിന്നീട് അവിടെ ഒരു ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചതും. ആ അന്വേഷണ റിപ്പോർട്ടിലായിരുന്നു അവിടെ ഒരു ശസ്ത്രക്രിയ ഉപകരണം കാണുന്നില്ല എന്ന റിപ്പോർട്ടിലെ പരാമർശം. അത് മന്ത്രി വീണ ജോർജിനെ സ്ഥിരീകരിക്കുകയും അത് ചൊവ്വാഴ്ച ആ ഉപകരണം അവിടെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് തന്നെ കണ്ടെത്തുകയും ചെയ്തു. പക്ഷേ പിന്നീടാണ് ഹാരിസ് ഹസൻ അവധിയിൽ പോയ സമയത്ത് തൻ്റെ ഓഫീസിന് പുറത്തെ പൂട്ട് പൊളിച്ചുകൊണ്ട് മറ്റൊരു പൂട്ട് അവിടെ സ്ഥാപിച്ചു എന്ന ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെയായിരുന്നു ആശുപത്രി സൂപ്രണ്ട് പ്രിൻസിപ്പളും ഇന്നലെ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തതും. ഹാരിസ് ഹസൻ്റെ ഓഫീസിനുള്ളിൽ സംശയാസ്പദമായ ചില കാര്യങ്ങൾ കണ്ടുവെന്നും ഒരു ബോക്സ് കണ്ടുവെന്നും ഒപ്പം തന്നെ ഈ അവിടെ കണ്ടെത്തിയ ഉപകരണം നെഫ്രോസ്കോപ്പ് എന്ന ഉപകരണം പിന്നീട് അവിടെ അതായത് വിവാദമായപ്പോൾ വീണ്ടും കൊണ്ടുവന്ന് സ്ഥാപിച്ചതാണ്. അതിൻ്റെ വലിയ ബോക്സും ബില്ലും കണ്ടു എന്നുള്ള വലിയ ആരോപണം ഇന്നലെ ഉന്നയിച്ചത്. പക്ഷേ ആരോപണം എല്ലാം പൊളിയുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടിയും. ഒപ്പം തന്നെ ഈ അറ്റകുറ്റപ്പണിക്ക് കൊടുത്ത നെഫ്രോസ്കോപ്പ് എന്ന താക്കോൽ ദ്വാര ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആ ഉപകരണം അത് കണ്ണം ചെയ്തതിന് മുൻപ് പിന്നീടും അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അത് അറ്റകുറ്റപ്പണിക്ക് വേണ്ടി കൊച്ചിയിലേക്ക് കൊടുത്ത ആ സ്വകാര്യ കമ്പനി തന്നെ അത് അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയത് തിരിച്ചു കൊണ്ടുവച്ചതാണെന്നും അതിൻ്റെ ബില്ലല്ല അത് കൊണ്ടുവന്ന അതിൻ്റെ രേഖകളാണെന്നും അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയതോടുകൂടി തന്നെ ആശുപത്രി സൂപ്രണ്ടിൻ്റെയും ഒപ്പം തന്നെ പ്രിൻസിപ്പലിൻ്റെയും വാദങ്ങളെല്ലാം തന്നെ പൊളിഞ്ഞു. അത്തരത്തിൽ ഈ ഉപകരണം കാണാനില്ലെന്ന ആദ്യത്തെ വാദം പൊളിയുന്നു, രണ്ടാമത് ഉപകരണം മാറ്റിവെച്ചു എന്ന വാദം പൊളിയുന്നു. അങ്ങനെ ഈ ആശുപത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ച അല്ലെങ്കിൽ ആശുപത്രി ഉപകരണങ്ങളില്ലെന്ന ആരോപണം ഉന്നയിച്ച ഹാരിസ് ഹസനെ കുടുക്കാനുള്ള നീക്കം ഏറെക്കുറെ ശരിവെക്കുന്നു. അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു തന്നെ കുറ്റക്കാരനാക്കാനുള്ള വലിയ നീക്കം അത് വലിയ ഉന്നതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. അത് ശരിവെക്കുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിനെതിരെ ഇന്നലെ നീക്കം ഉണ്ടാകുന്നു. പക്ഷേ അദ്ദേഹം തന്നെ അത് കൃത്യമായ മറുപടി നൽകി അതിനെ പൊളിക്കുന്നു. എന്താണെങ്കിലും ഇത് സംബന്ധിച്ചുള്ള ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് തിങ്കളാഴ്ചയാണ് ആരോഗ്യവകുപ്പിന് സമർപ്പിക്കുക. നിലവിൽ ഈ ഉപകരണത്തെ പറ്റിയുള്ള പരാമർശമില്ല, ഉപകരണത്തെ പറ്റിയുള്ള പരാമർശം റിപ്പോർട്ടിൽ ഇല്ല എന്ന സൂചന കൂടി ലഭിക്കുന്നുണ്ട്. നെഫ്രോസ്കോപ്പ് എന്ന ഉപകരണത്തിന് പകരം മറ്റേതോ ഉപകരണത്തിൻ്റെ പേര് ആണ് പിന്നീട് ആശുപത്രി രേഖകളിൽ വെച്ചതെന്ന വിവാദവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്താണെങ്കിലും അവധിക്ക് ശേഷം ഡോക്ടർ ഹാരിസ് ഹസൻ ഇന്ന് ജോലിയിൽ പ്രവേശിക്കുമോ, അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കാണുമോ തുടങ്ങിയവയാണ് നമുക്ക് മുന്നിലുള്ള ചോദ്യങ്ങൾ. ഉന്മേഷ്, മനീഷ് ഈ പറഞ്ഞതുപോലെ ഈ ഉപകരണം കാണാത്തതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഹാരിസ് ഹസനെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിൽ ചില പരാമർശങ്ങൾ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായി. ഇനി തിങ്കളാഴ്ച അന്തിമ റിപ്പോർട്ട് നൽകുമ്പോൾ അത്രത്തോളം പ്രകോപനപരമായ റിപ്പോർട്ട് നൽകേണ്ട എന്ന തീരുമാനത്തിലാണ്. ഒപ്പം കാരണം കാണിക്കൽ നോട്ടീസിൽ ഇതുവരെ ഹാരിസ് ഹസൻ മറുപടി നൽകിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആശുപത്രിയിൽ നിലവിൽ ഇത് അന്വേഷിക്കുന്ന ആലപ്പുഴ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അടക്കമുള്ള ആളുകളാണ്. അങ്ങനെ ഒരു വിദഗ്ധ സംഘം അന്വേഷിക്കുന്നു. ഈ അന്വേഷണത്തിന് ഇടയിലാണ് ആശുപത്രിയിലെ തന്നെ വിദഗ്ധ സമിതി ഇവിടെ ഒരു ഉപകരണം കാണാനില്ലെന്ന റിപ്പോർട്ട് കൊടുക്കുന്നു. ആ റിപ്പോർട്ടിനെ സംബന്ധിച്ചുള്ള കാര്യം വെളിപ്പെടുത്തുന്നത് ആരോഗ്യമന്ത്രി തന്നെയാണ്. അതായത് ഇത്തരത്തിലൊരു ഒരു വിഷയത്തിൽ നടത്തുന്ന അന്വേഷണത്തിൽ ആരോഗ്യമന്ത്രി അവിടെ ഉപകരണം കാണാനില്ലെന്നും ഒപ്പം തന്നെ അതുവരെയും ഹാരിസ് ഹസനെ പിന്തുണച്ച്, അതായത് എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കാമെന്ന് പറഞ്ഞ ആരോഗ്യമന്ത്രി തന്നെ ഹാരിസ് ഹസനെതിരെ പരസ്യമായി രംഗത്ത് വരികയും ചെയ്തിട്ടുള്ളതാണ്. അതിനുശേഷമായിരുന്നു തന്നെ കുടുക്കാനുള്ള നീക്കം നടത്തുന്നുവെന്ന് ഹാരിസ് ഹസൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുവരെയും ചില കാര്യങ്ങളോട് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്ന അദ്ദേഹം പിന്നീട് 4 ദിവസം അവധിയിൽ പോയ സമയത്ത് മാധ്യമങ്ങളെ അദ്ദേഹം കൃത്യമായി കണ്ടില്ല. പക്ഷേ അദ്ദേഹം ഇന്നലെ ഡോക്ടർമാരുടെ അല്ലെങ്കിൽ അവരുടെ സംഘടനാ പ്രതിനിധികളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലായിരുന്നു ഇത് സംബന്ധിച്ചുള്ള പ്രതികരണം നടത്തിയതും. വാർത്താ സമ്മേളനത്തിന് പിന്നാലെ അത് പൊളിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ വന്നാലും ഒപ്പം തന്നെ ഈ കമ്പനി, അതായത് നെഫ്രോസ്കോപ്പ് എന്ന അത് താക്കോൽ ദ്വാര ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണമാണ്. അത്
10 വർഷത്തിലേറെ പഴക്കമുണ്ട്. അതിന് 14 ലക്ഷം രൂപ വില വരുമെന്ന് ഹാരിസ് ഹസൻ പറയുന്നുണ്ട്. 20 ലക്ഷം രൂപ മുടക്കിയാണ് അത് ശശി തരൂർ MP വാങ്ങി നൽകിയതെന്ന് ആശുപത്രി അധികൃതരും പറയുന്നുണ്ട്. ഈ ഉപകരണം ഒരു വർഷത്തോളം, അതായത് ഉപകരണം കേടായി കഴിഞ്ഞാൽ 1-2 വർഷങ്ങൾക്ക് ശേഷം മാത്രമേ പുതിയത് വാങ്ങിക്കൊടുക്കുകയുള്ളൂ. പക്ഷേ അത് അറ്റകുറ്റപ്പണി നടത്തിയാൽ അത് വീണ്ടും ഉപയോഗിക്കാം. നിലവിൽ അത് കൊച്ചിയിലേക്ക് അയച്ചു. അത് ലെൻസ് മാറണമെന്നുള്ള നിർദ്ദേശം ലഭിച്ചു. പക്ഷേ അത് തായ്വാനിലോ മറ്റ് വിദേശ രാജ്യങ്ങളിൽ എത്തിച്ചാൽ മാത്രമേ അത്തരം ലെൻസുകൾ തിരിച്ച് കിട്ടുകയുള്ളൂ. അതിൻ്റെ കാലതാമസം, ഒപ്പം തന്നെ അതിൻ്റെ പർച്ചേസ് ബില്ല് മാറി കിട്ടാനുള്ള കാലതാമസം ഉള്ളതുകൊണ്ട് അത് തിരിച്ച് അയക്കാൻ നിർദ്ദേശം നൽകുകയാണ്. അങ്ങനെ തിരിച്ചയച്ച തിരിച്ചയച്ചതിൻ്റെ രേഖകളായിരുന്നു ഈ ഓഫീസിനകത്തുണ്ടായിരുന്നു. പക്ഷേ ഈ രേഖകളാണ് അത് രണ്ടാമത് നെഫ്രോസ്കോപ്പ് ഉപകരണം വിവാദമായപ്പോൾ രണ്ടാമത് കൊണ്ടുവച്ചതിൻ്റെ, അത് പുതിയതായി വാങ്ങിയതിൻ്റെ ബില്ലാണെന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ, അതും ഒരു ആശുപത്രിയുടെ ഏറ്റവും ഉന്നത തലത്തിലിരിക്കുന്ന സൂപ്രണ്ടും ഒപ്പം തന്നെ പ്രിൻസിപ്പളും ഇത്തരത്തിൽ കാര്യഗൗരവങ്ങൾ മനസ്സിലാക്കാതെ, കൃത്യമായ സ്ഥിരീകരണമില്ലാതെ, വ്യക്തതയില്ലാതെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇന്നലെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിലും പല ചോദ്യങ്ങൾക്കും ഇവർക്ക് വ്യക്തതയില്ലായിരുന്നു. പിന്നാലെയാണ് ഹാരിസ് ഹസന്റെ മറുപടിയും ഒപ്പം തന്നെ ഈ സ്വകാര്യ കമ്പനിയുടെ വെളിപ്പെടുത്തൽ വന്നതുകൊണ്ട് തന്നെ ഈ ഹാരിസ് ഹസനെ കൊടുക്കാനുള്ള നീക്കമാണെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നതാണെങ്കിലും തിങ്കളാഴ്ച റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ഈ ഉപകരണം കാണാനില്ലാത്ത വിഷയത്തെപ്പറ്റി പരാമർശിക്കും. ഒപ്പം തന്നെ ഈ ആശുപത്രിയിൽ സർജറി ഉപകരണങ്ങളില്ല, അല്ലെങ്കിൽ എല്ലാത്തിൻ്റെ പേരിൽ സർജറി മുടങ്ങിയിട്ടുണ്ടോ എന്ന കാര്യത്തിലൊക്കെ തന്നെ ഒരു വ്യക്തത വരികയുള്ളൂ. എന്തായാലും മോസിലോസ്കോപ്പ് എന്ന ഉപകരണത്തിന്റെ പേര് പരാമർശിക്കാതെ ആയിരിക്കും ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ട് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.